ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പോഴത്തെ താരം കാർട്ടൂൺ ഫോട്ടോകളാണ്. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് എല്ലാവരും ഫോട്ടോകൾ കാരിക്കേച്ചറാക്കി മാറ്റുന്ന ട്രെൻഡിന് പിന്നാലെയാണ്. കാണാൻ നല്ല രസമുണ്ട്, സംശയമില്ല. പക്ഷേ ഈ തമാശയ്ക്ക് പിന്നിൽ വലിയൊരു അപകടമുണ്ടെന്നാണ് സൈബർ വിദഗ്ധരുടെ അഭിപ്രായം. എന്താണ് ഈ പുതിയ ട്രെൻഡ്? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇതിന് പിന്നിലെ അപകടം എന്താണ്? നമുക്ക് നോക്കാം. കാരിക്കേച്ചർ ട്രെൻഡ് യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഒന്നാണ്. നമ്മൾ ChatGPT ഉൾപ്പെടെയുള്ള ചാറ്റ് ബോട്ടുകളിൽ ഒരു ഫോട്ടോ ഇട്ടുകൊടുക്കുന്നു. കൂടെ നമ്മുടെ ജോലി, ഹോബി, സ്വഭാവം എന്നിവ കൂടി പറഞ്ഞു കൊടുക്കുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളെ ഒരു രസകരമായ കാർട്ടൂൺ കഥാപാത്രമാക്കി മാറ്റും. ഡോക്ടറാണെങ്കിൽ സ്റ്റെതസ്കോപ്പും ഹോസ്പിറ്റലും ഒക്കെയുള്ള കാർട്ടൂൺ ലഭിക്കും. വളർത്തുമൃഗങ്ങളെ വരെ ഇങ്ങനെ മാറ്റാം. കൗതുകത്തിന് കൊള്ളാം. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ്. പണ്ടുകാലത്ത് സ്വർണത്തിനും കൽക്കരിക്കും വേണ്ടിയായിരുന്നു ഖനനം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് കമ്പനികൾ ഖനനം ചെയ്യുന്നത് നമ്മുടെ വ്യക്തിത്വത്തെയാണ്. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ വികാരങ്ങൾ, സ്വഭാവം, ജോലി, ഇഷ്ടങ്ങൾ തുടങ്ങി എല്ലാം ഡേറ്റയായി ശേഖരിക്കുകയാണ്. ഉപഭോക്താവല്ല, മറിച്ച് വിപണിയിലെ അസംസ്കൃത വസ്തുവായാണ് നമ്മൾ മാറുന്നത്. അതായത് നമ്മളെ തന്നെ കമ്പനികൾ ഉൽപ്പന്നമായി വിൽക്കുന്നു എന്നർത്ഥം. നമ്മുടെ മുഖഭാവം പോലും നിരീക്ഷിക്കുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ മാനസികാവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. സന്തോഷവാനായിരിക്കുമ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങാൻ കൂടുതൽ സാധ്യതയുണ്ടോ, അതോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണോ എന്നതൊക്കെ കൃത്യമായി കണക്കാക്കി പരസ്യങ്ങൾ അവ നമ്മളെ എത്തിക്കുന്നു. കൂടാതെ ജാതിയും മതവും താല്പര്യങ്ങളും നോക്കി വോട്ടിങ്ങിനെ വരെ സ്വാധീനിക്കാൻ ഈ ഡേറ്റയ്ക്ക് കഴിയും. നമ്മൾ പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾ, ലൈക്കുകൾ, കമൻറ്റുകൾ എന്നിവയിലൂടെ രാഷ്ട്രീയ ചായ്വ് ഏത് വശത്തേക്കാണെന്ന് തിരിച്ചറിയുന്നു. പ്രത്യേക വിഭാഗത്തോടോ ആശയത്തോടോ എതിർപ്പുള്ള ആളാണെങ്കിൽ ആ എതിർപ്പിനെ കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും ടൈം ലൈനിൽ നിരന്തരമായി എത്തിക്കാൻ ഇവർക്ക് കഴിയും. നിങ്ങളുടെ വിശ്വാസങ്ങളെയും മുൻവിധികളെയും ശരിവെക്കുന്ന വിവരങ്ങൾ മാത്രം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ഇതിലൂടെ നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ വസ്തുക്കൾ മനസ്സിലാക്കാനോ ഉള്ള സാഹചര്യം ഇല്ലാതാകുന്നു. ഇത് വോട്ടർമാരെ തീവ്രമായ നിലപാടുകളിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നു. ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഇത്തരം വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തുകയ്ക്ക് ലഭിക്കാറുണ്ട്. കേംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം ഇതിന് ലോകം കണ്ട ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ഡേറ്റ വിശകലനങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന വാർത്തകൾ വലിയ വിവാദമാവുകയും ചെയ്തതാണ്. കൂടാതെ നമ്മുടെ മുഖത്തിന്റെ വിവരങ്ങൾ ഒരിക്കൽ ഒരാൾക്ക് കിട്ടിയാൽ അത് പാസ്വേഡ് മാറ്റുന്നത് പോലെ മാറ്റാൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ ഫേഷ്യൽ ഡേറ്റ ശേഖരിക്കുന്നതിലൂടെ ഭാവിയിൽ നമ്മളെ എവിടെയും ട്രാക്ക് ചെയ്യാൻ എളുപ്പമാകും. അതുപയോഗിച്ച് അനുവാദമില്ലാതെ വ്യാജ വീഡിയോകൾ നിർമ്മിക്കാൻ ഈ ഡേറ്റകൾ ധാരാളമാണ്. നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പേരും അഡ്രസ്സും മുഖവും വ്യക്തമായി കാണുന്ന ഫോട്ടോകൾ അമിതമായി ആപ്പുകൾക്ക് നൽകാതിരിക്കുക. ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അവയുടെ പ്രൈവസി പോളിസി നോക്കുക. ഒരു നിമിഷത്തെ രസത്തിനായി നമ്മുടെ സ്വകാര്യത വിട്ടു നൽകരുത്. സാങ്കേതിക വിദ്യ നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ കച്ചവടം ചെയ്യാനുള്ള ഒന്നാകരുത്.